കഠിനമായ കാര്യങ്ങളെ നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കുന്ന ആളുകൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് ചെയ്യുന്നത്? ഇന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് കുറച്ചു പേർക്ക് മാത്രം കഠിനമായ കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നത് എന്നും ഈ ഗുണം നമ്മളിൽ എങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നും നമുക്ക് കാണാം. വാസ്തവത്തിൽ ഇങ്ങനെയുള്ളവർ കൃത്യമായി ഒരു റുട്ടീൻ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവർ അവരുടെ പ്രോഗ്രസ് നോട്ട് ചെയ്യുന്നു, പരസ്പരം സഹായിക്കുകയും പ്രോമിസ് കാത്തു സൂക്ഷിക്കുവാനായി വളരെയധികം കഷ്ടപ്പെടുകയും അതിന് അക്കൗണ്ടബിൾ ആയിരിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസ് പിന്തുടരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വായന. ജീവിതത്തിൽ ഒരാളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന മികച്ച ഒന്നാണ് വായന. വായിക്കുന്നതിലൂടെ അറിവ് നേടാം എന്നാണല്ലോ. പക്ഷെ ഇന്ന് വായിക്കാൻ സമയം തീരെ ഇല്ലാത്തത് കാരണം മികച്ച പുസ്തകങ്ങളെപ്പറ്റി ഒന്നും തന്നെ അറിയാതെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് കുക്കു FM. ജീവിതത്തിൽ വിജയിക്കുന്നതിനായി പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്നതും. നമ്മുടെ ഇതിഹാസങ്ങളുടെയും മറ്റും ഭാഗമായ പല കഥകളെപ്പറ്റിയും ഇന്ന് പലർക്കും ഒന്നും അറിയില്ല. ബിസിയായ ഈ ജീവിതത്തിൽ ഭക്തിയുടെ ഒരു ചെറിയ അംശം നമുക്ക് വായനയിലൂടെയും കൊണ്ടുവരാം. 1,00,000-ൽ പരം ലിസണേഴ്സ് ഉള്ള കൽക്കി എന്ന പുസ്തകം കുക്കു FMലൂടെ നിങ്ങൾക്കും കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നയാളാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാവുന്ന പുസ്തകമാണ് റൂത്തിൻ്റെ ലോകം. അതുപോലെ തന്നെ മികച്ച മറ്റൊരു പുസ്തകമാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. ഇതുകൂടാതെ മലയാള സാഹിത്യത്തിലെ മികച്ച എഴുത്തുകാരനായ ബഷീർ, MT വാസുദേവൻ നായർ, മാധവിക്കുട്ടി, OV വിജയൻ, ബെന്യാമിൻ തുടങ്ങിയവരുടെ ഏറ്റവും മികച്ച കൃതികൾ നിങ്ങൾക്ക് കുക്കു FMലൂടെ ആസ്വദിക്കാവുന്നതാണ്. 7 ഡേ ഫ്രീ ട്രയലിൽ മലയാളത്തിലെ ബെസ്റ്റ് സെല്ലർ ബുക്സ് ഫ്രീ ആയി കുക്കു FMലൂടെ ആസ്വദിക്കൂ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്പർ 1, ഹൈ പ്രോബ്ലം സോൾവിംഗ് ആറ്റിറ്റ്യൂഡ്. പഠനങ്ങളിലൂടെ തെളിഞ്ഞ കാര്യമാണ്. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് സ്വന്തമായി നേരിടാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനെയൊക്കെ മറികടന്ന് വിജയിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവരുടെ ലക്ഷ്യങ്ങളിൽ മിക്കവാറും സഫലമാകുന്നത് എന്നത് 1991 ഹാൾഡൻ റിസർച്ചിൽ പറഞ്ഞ കാര്യമാണ്. 10% പ്രോബ്ലം സോൾവിംഗ് ആറ്റിറ്റ്യൂഡ് വർദ്ധിക്കുന്നതിലൂടെ ഒരു ചലഞ്ച് പൂർത്തിയാക്കി അതിൽ വിജയിക്കുവാനുള്ള സാധ്യത 33% വർദ്ധിക്കുന്നു എന്നത്. നമ്പർ 2, സെൽഫ് കമ്പാഷൻ. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തെറ്റുപറ്റുകയാണെങ്കിൽ നമ്മളെപ്പോഴും സ്വയം കുറ്റപ്പെടുത്താറുണ്ട്. അത് കാരണം വീണ്ടും അതേ കാര്യം ചെയ്യാനുള്ള ആഗ്രഹവും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ എന്തൊക്കെ തെറ്റുപറ്റിയാലും സാരമില്ല, തെറ്റുകൾക്കും എല്ലാവരും പറ്റുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ നെഗറ്റീവ് തോട്ട് പാറ്റേൺസിൽ കുടുങ്ങിപ്പോവില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ളവർ അതേ കാര്യം വീണ്ടും ചെയ്തു നോക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് സെൽഫ് കമ്പാഷൻ വളർത്തിയെടുക്കുന്നത് എന്നൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ വീഡിയോയിൽ കാണാം. നമ്പർ 3, കമ്മിറ്റ്മെൻറ്റ്. അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന വ്യക്തമായ ധാരണ. സക്സസ്ഫുള്ളായ വ്യക്തികൾക്ക് എന്തുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു, ഈ കാര്യത്തിന് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രാധാന്യമാണുള്ളത് എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായ ധാരണയുണ്ടാകും. നിങ്ങളുടെ വൈ എത്രത്തോളം ഡീപ്പും ക്ലിയറും ആകുന്നു, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് അത്രത്തോളം വർദ്ധിക്കുന്നു. ഇതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളെയും പിന്തുണയ്ക്കുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ടോണി റോബിൻസ് ഇതിനെ 2 ഡിഗ്രി റൂൾ എന്നാണ് പറയുന്നത്. 180 ഡിഗ്രിയിൽ 2 ഡിഗ്രി വളരെയധികം ചെറിയ ഒരു അളവാണ്. എന്നാൽ മൈൻഡ് സെറ്റിലുള്ള 2 ഡിഗ്രി ചേഞ്ചിലൂടെ ഒരാളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറി മറിയാം. നമ്പർ 4, പവർ ഓഫ് സ്മോൾ വിൻസ്. കഠിനമായ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു ഗുണമാണ് ചെറിയ വിജയങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നത്. വലിയ കാര്യങ്ങൾ നേടുവാനായി ഇത്തരത്തിലുള്ള ചെറിയ വിജയങ്ങളെ അവർ അവരുടെ ഇന്ധനമാക്കി മാറ്റുകയാണ് പതിവ്. കോൺസിസ്റ്റൻസി എന്നത് സക്സസ്ഫുൾ പീപ്പിളിൻ്റെ മുഖച്ഛായയാണ്. ഇതുപോലെ കോൺസിസ്റ്റൻസി ഉള്ളവരാകാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഡെയിലി റൊട്ടീൻസിനെ പറ്റി നോക്കാം. നമ്പർ 1, സെൽഫ് മോട്ടിവേഷൻ റൊട്ടീൻ. രാവിലെ ഉണർന്ന ഉടനെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുക. അതിനുശേഷം സമാധാനമായി ഒരു 5 മിനിറ്റ് ഇരിക്കുക. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു പേപ്പറിൽ എഴുതി അത് നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്തിനാണിത് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണിത് എന്നൊക്കെ ആലോചിക്കുക. നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളോട് തന്നെ എൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി ഞാൻ എല്ലാ ദിവസവും കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്, അതിൻ്റെ ഊർജ്ജം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും, ഈ യാത്രയിൽ എന്നെ സഹായിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദിയും കടപ്പാടുമുള്ളവനാണ് എന്ന് പറയുക. ഇതിനുശേഷം സെൽഫ് കമ്പാഷൻ വർദ്ധിപ്പിക്കുന്നതിനായി നെഞ്ചിൽ കൈവച്ച് തെറ്റുകൾ എല്ലാവരും ചെയ്യാറുണ്ട്. മടി എന്നത് എല്ലാവരിലും കാണുന്ന ഒന്നാണ്. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ എല്ലാ കുറവുകളോടുകൂടിയും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സ്ട്രോങ്ങും സേഫുമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് സ്വയം പറയുക. നമ്പർ 2, ഡൂയിങ് ഇമ്പോർട്ടൻറ്റ് വർക്ക് വിത്തിൻ 3 hours വിത്ത് ഇൻറ്റൻസ് ഫോക്കസ്. ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് സമയത്ത് എവിടെ വെച്ച് എങ്ങനെ ചെയ്യും എന്ന കാര്യം കൃത്യമായി എഴുതി വയ്ക്കുക.
ഇത് പ്രകാരം കൃത്യമായി അത് ചെയ്തു തീർക്കാനും ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ സിസ്റ്റമാറ്റിക്കായി പൂർത്തിയാക്കാൻ സാധിക്കും. നമ്പർ 3, എക്സസൈസ് ഫോർ അബൌട്ട് 30 to 40 minutes. നിങ്ങൾ പ്രധാനപ്പെട്ട ജോലി ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചതുപോലെ തന്നെ ഏതൊക്കെ വ്യായാമങ്ങൾ ഏത് സമയത്ത് എവിടെ വെച്ച് എങ്ങനെ ചെയ്യാം എന്ന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക. അതിനുശേഷം അത് പിന്തുടരുകയും ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് മികച്ച ആരോഗ്യം. അത് നമ്മൾ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. നമ്പർ 4, 2 hour ഫോക്കസ് റൺ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ ചെയ്തു തീർക്കേണ്ട ഏതെങ്കിലും ഒരു വർക്ക് വളരെയധികം ഫോക്കസ്ഡായി ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്പർ 5, 30 minutes പവർ നാപ്പ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ ശരീരത്തിന് ചെറുതായിട്ട് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ആ സമയം ഒരു 30 minutes ഉറങ്ങുന്നതാണ് നല്ലത്. അത് നമ്മുടെ എഫിഷ്യൻസി, എനർജി തുടങ്ങിയവ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. നമ്പർ 6, 1.5 hours ഓഫ് ഇൻറ്റൻസ് വർക്ക്. വിശ്രമിച്ചതിന് ശേഷം അടുത്ത 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാവുന്നതാണ്. നമ്പർ 7, ഈവനിങ് എക്സസൈസ്. വൈകുന്നേരത്തെ വ്യായാമത്തിൻ്റെ ഭാഗമായി പ്രാണായാമം, സ്ട്രെച്ചിങ്, മെഡിറ്റേഷൻ തുടങ്ങിയവയിൽ ഏതെങ്കിലും ചെയ്യാവുന്നതാണ്. ദിവസം മുഴുവൻ വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കാൻ ഇവ സഹായിക്കും. നമ്പർ 8, സോഷ്യൽ മീഡിയ ഒഴിവാക്കി പകരം വായന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ. അതിനായി കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നമ്പർ 9, നൈറ്റ് റിച്വൽ പ്ലസ് ജേർണൽ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ എഴുതി വയ്ക്കുക. അവയെ റിവ്യൂ ചെയ്യുക. നല്ല അനുഭവങ്ങൾക്കായി നന്ദി അറിയിക്കുക. നാളെ ഇന്നത്തെ ദിവസത്തിനേക്കാളും എങ്ങനെ മികച്ചതാക്കാം എന്ന് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നാളെ എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എന്ന് നോട്ട് ചെയ്യുക. ഇവയ്ക്ക് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നേരത്തേക്ക് സമാധാനമായിരുന്ന് ലോങ് ടേം ഗോൾ വിഷ്വലൈസ് ചെയ്യുക. സ്വന്തം മനസ്സിൽ ഓരോ ദിവസവും ഞാൻ മികച്ചതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക. നമ്പർ 10, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതും നിർബന്ധവുമായ കാര്യമാണ് ഫിക്സഡ് സ്ലീപ്പ് ഷെഡ്യൂൾ. എല്ലാ ദിവസവും രാത്രി ഒരേ സമയം കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ ഒരേ സമയം ഉണരുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എനർജി കോൺസിസ്റ്റൻ്റായി നിലനിൽക്കുന്നു. നിങ്ങളിലെ മികച്ച ഊർജം നിലനിർത്തുന്നതിനോടൊപ്പം നിങ്ങളെ വളരെ പെട്ടെന്ന് ക്ഷീണിപ്പിക്കുന്ന അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഈ പറഞ്ഞ റുട്ടീൻ ഫോളോ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ കോൺസിസ്റ്റൻസി വർദ്ധിക്കുകയും നിങ്ങൾക്ക് കഠിനമായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. വായന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ മറക്കേണ്ട. അതിനായി കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്.